ജ്യോതിപകം ജീവദായകം ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും കൃത്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പറയുകയാണ്, നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അയക്കും. ദൈവം നമ്മെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാതാപിതാക്കളിലൂടെ ജനിക്കുവാനായിട്ട് സമ്മതിച്ചു. പക്ഷെ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടുകഴിഞ്ഞപ്പോൾ നമ്മളെ സ്വർഗത്തിൽ തന്നെ എത്തിക്കണം. അതിനുവേണ്ടി ദൈവപിതാവ് ധാരാളം മാലാഖമാരെ, പ്രത്യേകിച്ചും ഓരോ വ്യക്തിക്കും ഇടത്തും വലത്തും കാവൽ നിന്നുകൊണ്ട് അവർ തിന്മയിലേക്ക് ചായാതിരിക്കാൻ, സാത്താൻ്റെ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ, തെറ്റായ ബോധ്യങ്ങളിലേക്കും പഠനങ്ങളിലേക്കും പോകാതിരിക്കാൻ, അങ്ങനെ അവരെ സംരക്ഷിച്ച് അവസാനം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കുന്നിടം വരെ നമ്മെ സഹായിക്കാൻ വേണ്ടി ദൈവം കരുണ ചൊരിഞ്ഞ് അവിടുത്തെ ദൂതന്മാരെ നമ്മുടെ കൂടെ വിടുന്നുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കിയാലും മതിയാവുകയില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, അവർ നമ്മുടെ സേവക ആത്മാക്കളാണെന്ന്. അതായത് ദൈവത്തെ സേവിക്കുന്ന ഈ മാലാഖമാർ മനുഷ്യ മക്കളെയും ഒരുപോലെ അവർ സേവിക്കുന്നു. അവർ പലതരത്തിലൂടെ, വ്യത്യസ്തമായ രീതിയിലൂടെ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ, അതുപോലെ എല്ലാ അപകട സമയത്തും എല്ലാം ഈ മാലാഖമാരാണ് നമ്മളെ സഹായിക്കുന്നത്. മാത്രമല്ല, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ മാലാഖമാരെ പോലെയാണെന്നാണ് ഈശോ വന്ന് പഠിപ്പിച്ചത്. അവിടെ ഒരു പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ നമ്മുടെ പുനരുത്ഥാനത്തിൽ നമ്മൾ കാണുകയില്ല. മാലാഖമാരെ പോലെ ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കും. എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കും. ഒരു കുറവും കുറ്റവും കൂടാതെ, നമ്മൾ അപകടങ്ങളൊന്നും കൂടാതെ അവിടെ എങ്ങനെ എത്തണം എല്ലാം നമ്മൾ പഠിക്കും, അല്ലേ? ഇതുപോലെ നമ്മുടെ അവസാന ജീവിതം, പുനരുത്ഥാന ജീവിതം ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, ദൈവം തരുന്ന മാർഗത്തിലൂടെ ചരിക്കുവാൻ ദൈവം നമുക്ക് മാലാഖമാരെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച്, അവരെങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിലൂടെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഒരു ബൈബിളിൽ പറയുന്നുണ്ട്, നിൻ്റെ കാല് കല്ലിന്മേൽ തട്ടാതെ അവിടുന്ന് നയിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതേ വചനം പിശാചും പറഞ്ഞിട്ടുണ്ടല്ലേ? കാരണം മരുഭൂമിയിൽ 40 ദിവസം ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് ഈ വചനം പറഞ്ഞ് ഈശോയെ പോലും പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആര് പറയുന്നതാണെന്ന്, ഈശോ പറയുന്നതാണോ പിശാച് പറയുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ പോലും നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവവചനവും പിശാചും പറയും. അതുകൊണ്ട് നമുക്ക് മാലാഖമാരോട് നമുക്ക് കൂട്ടുവേണം. മാലാഖമാരോട് നമുക്ക് സഹവാസം വേണം. അവർ നിരന്തരമായി നമ്മളെ നയിക്കുന്ന മാലാഖമാരെ നമ്മൾ അനുഭവിച്ചറിയണം. വെറുതെ നമ്മൾ പഠിച്ചാൽ പോരാ. പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഖ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കാവൽ മാലാഖയുടെ പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ്. നമ്മൾ പിറന്ന് വീഴുമ്പോൾ തുടങ്ങി ഈ മാലാഖ നമ്മുടെ കൂടെയുണ്ട്. വീഴാതിരിക്കാൻ, ഇനി വീണാലും അപകടം വരാതിരിക്കാൻ, നമുക്ക് നല്ല സദുപദേശങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിച്ചു തരാൻ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും മരണാന്ത്യം വരെ ഈ മാലാഖ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ദൂതനാണ്, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, റഫായേൽ മാലാഖ.
അപ്പോൾ ഓരോ ഗ്രൂപ്പ് മാലാഖമാർക്കും ഓരോ നേതാക്കന്മാരും ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മാലാഖമാരെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളുണ്ട്. വേറെ ഒരു പുസ്തകം ഞാൻ കണ്ടിരിക്കുന്നത് എൻസൈക്ലോപീഡിയ ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് മാലാഖമാർ നല്ലവരും ചീത്തയായവരും, പിഴച്ചുപോയ മാലാഖമാരെക്കുറിച്ചുണ്ട്, നല്ല മാലാഖമാരെക്കുറിച്ചുണ്ട്, അവരുടെ ദൗത്യങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതും നല്ലതാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒത്തിരി ശാസ്ത്രങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല ജോലി കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് അല്ലേ. എന്നാൽ നമ്മുടെ ഈ ലോക ജീവിതം വെറും ഹ്രസ്വമായ ജീവിതമാണ്. ഇതിന് ശേഷമുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, അവിടെ വഴിതെറ്റാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അതിനെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് ഈ മാലാഖമാർ. അതുകൊണ്ട് നമുക്ക് അല്പസമയം അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാവൽ മാലാഖമാരുടെ അവരുടെ സമാധാന ദൂതൻ എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് എപ്പോഴും നമുക്കൊരു അപകടം വരാതെ നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ നയിക്കുന്നു. പിന്നെ മാത്രമല്ല ഈശോ പഠിപ്പിക്കുന്നത് ഈ മാലാഖ ഏത് സമയവും ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന മാലാഖമാരാണെങ്കിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും അവർ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരോട് കൂടി നമ്മൾ ദൈവത്തിൻ്റെ മുഖം കാണാൻ നമ്മൾ ചോദിച്ചാൽ നമുക്കും അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെല്ലാം നന്മയുണ്ട് അതെല്ലാം നമുക്കും അവർ തരും. പ്രത്യേകിച്ചും ഈ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ മുഖം പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിച്ചത് അല്ലേ. ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ദൈവം നമുക്ക് തന്നപ്പോൾ നമ്മളും ദൈവത്തെ പോലെയാണ്. അപ്പം ദൈവത്തെ പോലെ ആയിരിക്കുന്ന മനുഷ്യർ പാപം ചെയ്യുമ്പോൾ ആ പ്രകാശത്തിന് മങ്ങലേൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവത്തെ കൂടി ആയിരിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ മാലാഖമാർ നമ്മളെ എപ്പോഴും സഹായിക്കും. നമുക്ക് ഈ മാലാഖമാരെ കാണാൻ സാധിക്കും നമ്മൾ ആവശ്യപ്പെട്ടാൽ. ഈ മാലാഖമാർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് പോകരുത്, നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്ന് മന്ത്രിക്കുന്നുണ്ട് ഇവർ. ആ മന്ത്രണം കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഓൾറൈറ്റ് ആയിരിക്കണം, വിശുദ്ധമായിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാലാഖമാരോട് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് വേറൊരു വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ, കാരണം ഈ മാലാഖമാർ തമ്മിൽ പരസ്പരം വലിയൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പം എനിക്ക് വേറൊരാളെ കാണണം, അല്ലെ വേറൊരാളോട് ഒരു സന്ദേശം പറയണമെങ്കിൽ എൻ്റെ കാവൽമാലാഖയോട് പറഞ്ഞാൽ മതി. എൻ്റെ കാവൽമാലാഖയോട് പറയണം, ഇന്ന വ്യക്തിയുടെ കാവൽമാലാഖയെ ഇന്ന കാര്യം ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഉടനടി കാര്യങ്ങൾ സാധിക്കും. അതുപോലെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഈ മാലാഖയെ പറഞ്ഞു വിടാൻ സാധിക്കും. അടിപിടി വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കാവൽമാലാഖയോട് പറയാം, എൻ്റെ കാവൽമാലാഖയെ കുറേ മാലാഖമാരെ അങ്ങോട്ട് കൂട്ടുകൂടി ആ സ്ഥലത്തേക്കൊന്ന് ചെല്ലണം, അവരുടെ അടിപിടി പ്രശ്നങ്ങൾ മാറ്റണം എന്ന് പറയുമ്പോൾ ഈ മാലാഖ അനുസരിക്കും അവർക്ക്. കാരണം നന്മ ചെയ്യാൻ അവരെപ്പോഴും ഉത്സുകരാണ്. ഒരു സ്ഥലത്ത് എന്നും അടിപിടി ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്, പാർട്ടി തർക്കങ്ങൾ, അടിപിടി, കൊലപാതകമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ അന്ന് പരീക്ഷിച്ച് നോക്കി. എൻ്റെ കാവൽമാലയോട് പറഞ്ഞു, എൻ്റെ കാവൽമാലയെ കുറേ മാലാഖമാരെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടൊന്ന് ചെല്ലണം, അവരുടെ എല്ലാവരുടെയും കാവൽമാലാഖയെ വണങ്ങണം, അപ്പോൾ അവരെല്ലാം സമാധാനത്തിൽ നിർത്തണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇതുവരെ അവിടെ ഒരു അടിപിടി ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങളിലൂടെ ഈ മാലാഖമാർ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ദേവദൂതന്മാർ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. കാരണം അന്ത്യനാളിൽ മാലാഖമാരെ അയക്കുമെന്നും കളകളെ നീക്കി വിളകളെല്ലാം തമ്പുരാൻ ശേഖരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ സഹായം ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ സഹായം ദൈവം എപ്പോഴും ഈ മാലാഖമാരെ നമ്മുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവർ വഴിയായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ
സന്ദേശങ്ങൾ അറിയിക്കുന്ന ചില മാലാഖമാരുണ്ട്. പ്രത്യേകിച്ചും ഗബ്രിയേൽ ദൂതൻ. മാതാവ് പറയുന്നുണ്ട്, ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. അതായത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കൊക്കെ പെട്ടെന്ന് വിഷമം വരുന്നു, നിരാശ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തോൽവി വരുമ്പോൾ മരിക്കണമെന്ന് പോലും ചിന്തിച്ചു പോകുന്നു. ഇനി അതും അല്ലെങ്കിൽ പരസ്പരം അടിപിടി, വഴക്ക്, തെറി ഇതെല്ലാം നടമാടുന്ന ഒരു കാലഘട്ടമാണ്. അത് തിന്മയുടെ പ്രവർത്തനമാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ നമുക്കിതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ പകരത്തിന് പകരം ചെയ്യാൻ പോയാൽ നമ്മളും കൂടി മോശമാവും. അപ്പോൾ മാതാവ് പറയാണ്, നിങ്ങൾ ഗബ്രിയേൽ ദൂതനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൊണ്ടുവന്ന് തരും. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തിന്മ നമുക്കെതിരായിട്ട് പോരാടുകയില്ല. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ മാലാഖ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതായത് കർത്താവ് സന്ദേശങ്ങൾ കൊടുത്തയക്കുന്ന, ദൈവം പറയുന്നത് പോലെ തന്നെ നമ്മളോട് വന്ന് ആ സന്ദേശങ്ങൾ തരുന്ന മാലാഖമാർ, അവരെ നമ്മൾ കർത്താവിൻ്റെ മാലാഖ എന്നാണ് വിളിക്കുന്നതും. രാവിലെയും വൈകിട്ടൊക്കെ നമ്മൾ കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചെല്ലുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ മാലാഖയെ നമ്മൾ എന്നും വിളിക്കുന്നുണ്ടെങ്കിലും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥന ചെല്ലുന്നത്. അതായത് നമുക്കറിയാം കർത്താവിൻ്റെ മാലാഖ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈശോ വചനമാകുന്ന ഈശോ മാതാവിലൂടെ ജനിക്കുമെന്ന് പറഞ്ഞ് മാതാവിന് വന്ന് സന്ദേശം കൊടുക്കുന്നത് ഈ ദൈവദൂതനാണ്. അപ്പം ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ദൈവദൂതനാണ്. അതുപോലെ തന്നെയാണ് സ്നാപക യോഹന്നാൻ്റെ ജനനത്തിൽ ഈ ദൈവദൂതനെ ദൈവം പറഞ്ഞു വിടുകയാണ്, സക്കറിയായോട് ചെന്ന് എൻ്റെ ഈ സന്ദേശം അറിയിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് മാലാഖമാരുണ്ട്. അവരുടെ പേര് കർത്താവിൻ്റെ മാലാഖ എന്നാണ് പറയുന്നത്. അവരിൽ ഈ ദൈവിക ശക്തിയുണ്ട്. അപ്പം നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ പതുക്കെ ഒന്നെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒതുങ്ങാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ട് വേറെ എന്തെങ്കിലും ദുശീലങ്ങളിലേക്ക് മാറാൻ നോക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മാലാഖമാർ നമുക്ക് ദൈവിക ശക്തി തരുന്നവരാണ്. ദൈവിക ശക്തിക്ക് മാത്രമേ തിന്മയുടെ ശക്തിയെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവിക ശക്തി കിട്ടണം, ഈ ഗബ്രിയേൽ മാലാഖയെ വിളിച്ചപേക്ഷിക്കാനാണ് മാതാവ് പറയുന്നത്. അതുപോലെ ദുഷ്ടാരൂപികൾ ഇന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്, കൂടുതൽ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, ലോകത്തിൽ എവിടെ നോക്കിയാലും അനീതി, അസമത്വം, സമാധാനമില്ലായ്മ, ശത്രുതകൾ, അതുപോലെ ലോകത്തിൻ്റെതായ ധനസമ്പാദനം, ഇതിനെല്ലാം പുറകെ പോകുന്നത് തിന്മയുടെ ശക്തിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടേക്ക് ദൈവത്തിൻ്റെ ശക്തിയായ, അതിൻ്റെ പേരാണ് മിഖായേൽ. അപ്പം ദൈവത്തിൻ്റെ ശക്തി ഇവരിലേക്ക് വരണം. അപ്പോൾ ഈ മാലാഖമാർ നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ ആരെ ഒറ്റപ്പെട്ടവരായി ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഈ നമ്മളെ സഹായിക്കുന്ന ഈ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. അതിനായിട്ട് മാതാവ് പറയുന്നുണ്ട്, നിങ്ങൾ മിഖായേൽ ദൂതനോടുള്ള പ്രാർത്ഥന, അത് മാതാവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അത് ആ പ്രാർത്ഥന എഴുതിയത് പിന്നെ ലിയോ 13 മാർപ്പാപ്പയിലൂടെയാണ് ആ പ്രാർത്ഥന എഴുതിപ്പിച്ചത്. കാരണം ലിയോ 13 മാർപ്പാപ്പ ഒരിക്കൽ കണ്ടു, അനേകം പിശാചുക്കൾ വലിയ വന്യമൃഗങ്ങളെപ്പോലെ തിരുസഭയിലേക്ക് കടന്നു വരുന്നതും തിരുസഭയെ നശിപ്പിക്കുന്നതും കാണുകയാണ്. അതുകൊണ്ട് ബോധം കെട്ട് വീണെന്നാണ് പറയുന്നത് ലിയോ 13 മാർപ്പാപ്പ. അപ്പം അത് കഴിഞ്ഞപ്പോൾ മാതാവ് ലിയോ 13 മാർപ്പാപ്പയ്ക്ക് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ് മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. അപ്പം മിഖായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പം ആ ദൈവശക്തി നമ്മളെ ഒന്ന് ആവസിക്കണം, നമ്മളെ ഒന്ന് സഹായിക്കണം. അപ്പം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ കൂട്ടത്തോടെ ഓടിക്കുവാൻ ഈ മാലാഖയ്ക്ക് സാധിക്കും. അതുപോലെ ഈ മാലാഖയ്ക്ക് മറ്റു മാലാഖമാരെയും കൂട്ടുപിടിക്കാം.
അവരെല്ലാം നമ്മുടെ സഹായത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ദുഷ്ടശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള സപ്താന്മാക്കൾ എന്ന് പറയും. അപ്പോൾ ഈ സപ്താന്മാക്കളുടെ വലിയൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ലീഡറാണ് മിഖായേൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മിഖായേൽ മാലാഖ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും നമ്മളെ. ആരും ഈ ഭൂമിയിൽ കഷ്ടപ്പെടാൻ, ഏകാന്തത അനുഭവിക്കാൻ, ദുഃഖിക്കാൻ, അങ്ങനെ ശക്തി തളർത്തിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്ക് ഈ മാലാഖമാരെയൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ സഹായം തേടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ നമുക്ക് ഒത്തിരി രാജ്യങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? രാഷ്ട്രങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ മക്കബായക്കാരും യുദ്ധം നടക്കുന്ന നമുക്ക് കാണാം. അപ്പം എതിരാളികളായ രാജ്യങ്ങൾ ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർ നിരാശപ്പെടുകയല്ലേ അവർ ചെയ്ത്, അവർ തളർന്നു പോകല്ലേ ഇത്. അവർ ദൈവത്തെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ച് കരഞ്ഞു വീണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ മക്കബായക്കാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഈ കരഞ്ഞപേക്ഷിച്ച മനുഷ്യർ കാണുകയാണ്, ഇത് ആകാശത്തു നിന്ന് സ്വർണ്ണക്കടിഞ്ഞാണിട്ട ദൈവദൂതന്മാർ ഒരു കുതിരപ്പുറത്ത് വരുന്നതും ഈ ശത്രുക്കളെയെല്ലാം അടിച്ചു വീഴ്ത്തുന്നതെല്ലാം സംഭവിച്ചതായിട്ട് നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം യുദ്ധത്തിന് അങ്ങനെ നമ്മൾ സഹായിക്കുന്ന ഒത്തിരി മാലാഖമാരെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വേറെ ഒരു കാര്യമാണ്, ശിക്ഷ നടത്തുന്ന മാലാഖമാരുണ്ട്. ശിക്ഷ നടത്തുന്ന മാലാഖമാരെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ ശിക്ഷിക്കുന്നവരുണ്ട്. അതുപോലെ ശിക്ഷിച്ച് അവരെ നേർവഴിയിലൂടെ നടത്തുന്ന മാലാഖമാരുണ്ട്. അപ്പോൾ എല്ലാം ദൈവത്തോട് കൂടിയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഹെസക്കിയ രാജാവ് എന്നെ യുദ്ധത്തിന് തോൽപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അവരിതാ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഇടപെട്ട് 1,85,000 പേരെ ഒറ്റ ട്രിപ്പിനും വധിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടോ, അവർക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ഉണ്ടാക്കിയ ആയുധക്കോപ്പുകളൊന്നും അല്ല നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം സ്വർഗത്തിലുണ്ട്. അപ്പോൾ സ്വർഗീയ സഹായം ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതുപോലെ ജെറൂസലേമിൽ പണ്ട് ഒത്തിരി തിന്മ പ്രവർത്തിച്ചു. ദൈവത്തിനെതിരായിട്ട് കൊമ്പുയർത്തിയവർ, ദൈവത്തെ ചോദ്യം ചെയ്തവർ, പിശാചിന് സ്ഥാനം കൊടുത്തുകൊണ്ട് പിശാച് പറയുന്ന പാപത്തിൽ വീണു പോയവർ, ഇവരൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവം മാലാഖമാരെ തന്നെയാണ് അയക്കുന്നത്. പ്രത്യേകിച്ചും എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. ആ രാജ്യം മുഴുവനും തിന്മയിലാണ്ടപ്പം ദൈവം കുറച്ച് കെരൂബുകളെ വിളിക്കുകയാണ്. ഞങ്ങളുടെ ആയുധക്കോപ്പുകളൊക്കെ എടുക്കാനും പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി വിടുകയാണ്. അപ്പോൾ ഒരു ചണവസ്ത്രധാരിയായ ഒരു ദൂതനെ അവിടെ പറയുകയാണ്, ഇവർ പോകുന്നതിന് മുമ്പായിട്ട് നീ പോകണം, എന്നിട്ട് ഈ തിന്മകൾ ചെയ്യുന്ന മനുഷ്യരെ നോക്കി അവരെ കൊല്ലണം, അവരെ നശിപ്പിക്കണം എന്ന് പറയുന്നവരെയല്ല, അവരെ നോക്കി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാരാണോ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരാരാണോ അവരുടെ നെറ്റിത്തടത്തിൽ അടയാളം ഇട്ടിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് യുദ്ധത്തിന് വിട്ടുന്ന മാലാഖമാരോട് പറഞ്ഞു, നീ ഇവൻ്റെ പുറകെ പോകണം, നെറ്റിത്തടത്തിൽ അടയാളം ഇല്ലാത്ത എല്ലാവരെയും നശിപ്പിച്ചോ എന്ന് ദൈവം അനുവാദം കൊടുത്തു വിടുകയാണ് 5 ഗ്രൂപ്പുകാരെ. അപ്പം നെറ്റിത്തടത്തിൽ അടയാളം ഇട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. അതാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവരുടെ നെറ്റിത്തടത്തിൽ അടയാളം ഇട്ടു പോകും ഈ ആദ്യത്തെ ദൂതൻ. അപ്പോൾ അവരെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. എന്നിട്ട് ദൈവം പറയുകയാണ്, ബാക്കി മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ വേഗം പൊക്കോ, തുടങ്ങേണ്ടത് എവിടെയാണ്? ദേവാലയത്തിൽ തന്നെ തുടങ്ങണം. അതായത് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെയുള്ളവരും വൈദികരും
അതുപോലെ സത്യക്രിസ്ത്യാനികളല്ലേ, പള്ളിയിൽ നിന്നും പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരും അവർക്കും പാപത്തിൽ വീഴാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നശിപ്പിച്ചോ, ദേവാലയത്തിൽ ആദ്യം നശിപ്പിച്ചോളാൻ പറയാം. അപ്പം ദൈവം ചിലരെ അങ്ങനെ ഗ്രൂപ്പോടെ നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സോദോം ഗൊമോറ എല്ലാവരും പാപത്തിലായിരുന്നുകൊണ്ട് ദൈവം ആ സ്ഥലങ്ങളെ, ആ നഗരത്തെ, ആ പട്ടണത്തെ അടച്ചു നശിപ്പിക്കുന്നതും ഈ ദൈവദൂതന്മാരെ തന്നെയാണ്. ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദൈവം കുറേ കാര്യങ്ങൾ മാലാഖമാരെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. വേറൊരു ദിവസം ജെറൂസലേമിനെ അവിടെയുള്ളവരെല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവിടെ ദൂതന്മാരെ ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൈ പിൻവലിക്കുക, നിങ്ങൾ അവരെ ഒന്നും ശിക്ഷിക്കരുതെന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇവരെ നയിക്കുന്നത് മുഴുവനും ദൈവമാണ്. അപ്പം മക്കബേസിൻ്റെ പുസ്തകത്തിൽ വേറൊരു വചനം കാണുന്നുണ്ട്. 2 മക്കബായ 10-ാം അധ്യായം 24-31. അവർ പറയാണ്, കർത്താവിൽ എല്ലാവരും ആയുധക്കോപ്പുകൾ എടുത്തു, ഞങ്ങളുടെ ആയുധം കർത്താവിലുള്ള ആശ്രയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റ് എതിർകക്ഷിക്ക് ഒത്തിരി സൈന്യങ്ങളുണ്ട്, ഒത്തിരി പടക്കോപ്പുകളുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞു ഞങ്ങളുടെ ആശ്രയം കർത്താവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പം കർത്താവ് എന്ത് ചെയ്തു? ദൈവദൂതന്മാരെ പറഞ്ഞു വിട്ടുന്ന അവിടെ സ്വർണ്ണക്കടിഞ്ഞാണിട്ട ദൈവദൂതന്മാർ വന്ന് അവരെ ശത്രുക്കളെ തോൽപ്പിക്കുകയും ഇവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ മാലാഖമാർ മനുഷ്യനെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്കറിയാം, ഏലീഷ എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഏലീഷ പ്രവാചകനെ നശിപ്പിക്കാൻ വേണ്ടി അന്നത്തെ രാജാവ് കുറേ പേരെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഏലീഷയുടെ ദാസൻ പേടിച്ചു, ഇവരെല്ലാവരും കൂടെ വന്ന് നിൽക്കുമ്പോൾ. അപ്പം ഏലീഷ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വാസം പറ്റിയില്ല. അപ്പോൾ അയാൾ പ്രാർത്ഥിച്ച് ഈ ദാസൻ്റെ കണ്ണ് തുറക്കണമേ എന്ന്. അപ്പോഴാണ് കണ്ണ് തുറന്നപ്പം കണ്ടതെന്താ? ഏലീഷയ്ക്ക് ചുറ്റും അനേകം ആഗ്നേയ രഥങ്ങളും കുതിരകളും എല്ലാം നിൽക്കുന്നതാണ് ദാസൻ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ആഗ്നേയ രഥങ്ങൾ, കുതിരകളെല്ലാം പറഞ്ഞു വിടുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും ഭയപ്പെടേണ്ട വരുന്നില്ല. അതുപോലെ ബാലാം എന്ന് പറഞ്ഞ രാജാവ്, അവരെ ഇസ്രായേൽ ജനത്തെ ശപിച്ച് ശിക്ഷിക്കണം, അതിനുവേണ്ടി പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് അതിനുവേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ബാലാം പോകുന്ന വഴിക്ക് ഒരു ദൈവദൂതൻ വന്നിട്ട് വഴിയിൽ നിൽക്കുകയാണ് ഒരു വാളും വേണ്ടി. അപ്പം തൻ്റെ കഴുതയെ അദ്ദേഹം വാള് നീട്ടി പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കഴുതയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കഴുതയെ അടിക്കുന്നുണ്ട് ബാലാം. അപ്പോൾ ദൈവം കഴുതയ്ക്ക് സംസാരശക്തി കൊടുത്തു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നു? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവനിങ്ങനെ കേണപേക്ഷിക്കുമ്പോൾ ഈ ബാലാം കാണുകയാണ് മുന്നിലിതാ വാളേന്തി നിൽക്കുന്ന ഒരു ദൈവദൂതനെ. ഇതൊക്കെ കണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് ദൈവദൂതൻ പറയുകയാണ്, ഞാൻ നിന്നെ കൊന്നുകളയാനാണ് നിന്നത്, പക്ഷേ നിന്നെ കൊല്ലുന്നില്ല, നീ അവിടെ ചെന്ന് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ച് നീ പോരാൻ പറഞ്ഞു. അപ്പം അവിടെയും മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, പഴയ നിയമം മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്രാഹം മകനെ ബലിയർപ്പിക്കാൻ ചെല്ലുമ്പോൾ കത്തിയോങ്ങുന്ന സമയത്താണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്, അരുത് ട്ടേ. അതുപോലെ ഹാഗാർ നിലവിളിച്ച് കരഞ്ഞു, അവൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്, നീ തിരിച്ചു പോകണം. അതുപോലെ സിംഹക്കുഴി കിടന്ന ദാനിയേലിനെ രക്ഷിക്കാൻ വേണ്ടി ശക്തരായ ദൂതന്മാരെ ദൈവം പറഞ്ഞു വിട്ടതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദൂതന്മാരെന്ത് ചെയ്തു? സിംഹത്തിൻ്റെ വായടച്ചെന്നാണ് പറഞ്ഞു. അപ്പം പട്ടിണി കിടക്കുന്ന സിംഹമാണെങ്കിലും ദാനിയേൽ സിംഹങ്ങളുടെ കൂട്ടിൽ നിൽക്കുമ്പോൾ അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെയെല്ലാം പലതരത്തിലൂടെ ബൈബിളിൽ പ്രവർത്തിക്കുന്ന മാലാഖമാരാണ് നമ്മൾ കാണുന്നുണ്ട്.
ഇനി നമുക്ക് എങ്ങനെയാണ് രക്ഷ? ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇതേ ജീവിത പരിസ്ഥിതിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഈ വചനങ്ങൾ പറഞ്ഞ്, ഈ സംഭവങ്ങൾ പറഞ്ഞ് ദൈവത്തെ ഉണർത്തണം നമ്മൾ. ദൈവമേ, ഇന്ന സംഭവം പോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം, രക്ഷിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് ഇടപെടും. അതിനാണ് ബൈബിള് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വഴിയിൽ നമ്മൾ ഇത്രയും നാളും ഈ മാലാഖമാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാതെ പോയതിനും അറിയാതെ പോയതിനൊക്കെ നമുക്ക് മാപ്പ് ചോദിക്കാം ഒരു നിമിഷം. അതുകൊണ്ട് നമുക്ക് ആ മാലാഖമാരെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഇനി ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആഴമായ അറിവ് ജ്ഞാനം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ രാജ്യങ്ങളെ, നമ്മുടെ രാഷ്ട്രങ്ങളെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തിലേക്ക്, ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അന്ധകാര ശക്തി കടന്നു വരാതിരിക്കാൻ ഈ ദൈവദൂതന്മാരെ അയക്കണമേ. ഈ ദൈവദൂതന്മാരുടെ ശക്തി ഞങ്ങൾക്ക് തരണമേ. ഈ ദൈവദൂതന്മാരുടെ സഹായം ഞങ്ങൾക്ക് തരണമേ. ഒരു മക്കൾ പോലും നശിക്കാതിരിക്കാൻ ആണല്ലോ ഈശോയെ നീ കാൽവരിക്കുന്നിൽ കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ കുരിശു മരണത്തെ ഓർത്തുകൊണ്ട്, നിൻ്റെ വലിയ ജീവിതത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ഒരു ലോകത്തിൽ ഒരു മനുഷ്യർ പോലും നശിക്കാതിരിക്കാൻ അവിടുത്തെ സ്വർഗീയ ദൂതന്മാരെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാലാഖമാരെ നിങ്ങളെ അറിയാതെ പോയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളുടെ സഹായം ചോദിക്കാത്തതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചതിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാതെ പോലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, മാലാഖമാരുടെ രാജ്ഞിയെ, അവിടുത്തെ ദൈവദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അയക്കണമേ. ഞങ്ങളെ കൂടുതൽ ജ്ഞാനം നൽകി സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.